Hello dears, welcome back to Silent Learning. It's me, Rohit. മക്കളെ 8th CBSE എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ രണ്ട് കിടിലൻ ക്വസ്റ്റൻസ് നമുക്ക് ചെയ്ത് നോക്കിയാലോ. നോക്കുക, ക്വസ്റ്റൻ നോക്കിയേ. ഇഫ് എക്സ് റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ്, ദെൻ എക്സ് ബൈ വൈ ഹോൾ റേസ് ടു എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു, താഴെ കൊടുത്തുള്ള ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ഈ ക്വസ്റ്റൻ ചെയ്യുക? കിളി പോകുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് അല്ലേ. പക്ഷേ ഈ ക്വസ്റ്റൻ ആക്ച്വലി വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. നോക്കുക, ഫോർ എക്സാമ്പിൾ എക്സ് റേസ് ടു എം എന്ന് പറഞ്ഞാൽ പി ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു പി റേസ് ടു 1/2 എന്ന് എഴുതാം. സോറി, 1/m എന്ന് എഴുതാൻ പറ്റും. പി റേസ് ടു ഈ എം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ എം അങ്ങോട്ടേക്ക് എടുത്താൽ അതിൻ്റെ പീനെ പവറായിട്ട് 1/m എഴുതിയാൽ മതി. അതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു വൈ ഈക്വൽ ടു വൈ റേസ് ടു എക്സ് ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? വൈ റേസ് ടു എന്താ വരിക? എക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക? വൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക? കാരണം നമുക്കിവിടെ എക്സിന്റെ ഫോർമാറ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ വൈ എഴുതി നോക്കാം. വൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് റേസ് ടു വൈ അപ്പുറത്തുണ്ട്, അതിന്റെ പവറായിട്ട് ഈ എക്സ് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പവറായിട്ട് 1/x കൊടുക്കണം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എന്താടാ? എക്സ് റേസ് ടു എം ഹോൾ റേസ് ടു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം ഇൻറ്റു എന്നാണ്. രണ്ട് പവർ കൂടെ മൾട്ടിപ്ലൈ ആവേണ്ടത്. അപ്പോൾ എന്തായി? എക്സ് റേസ് ടു വൈ ഇൻറ്റു 1/x y/x ആയി അല്ലേ. നമ്മൾ ഈ വൈക്ക് പകരം ഈ വാല്യൂ ഈ ക്വസ്റ്റ്യനിൽ കൊടുക്കുന്നു. നമ്മൾ ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ കൊടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? നോക്ക്, എക്സ് അങ്ങനെ തന്നെ വൈക്ക് പകരം എന്തുകൊണ്ട് കൊടുക്കുക? എക്സ് റേസ് ടു y/x കൊടുക്കുക, ഹോൾ റേസ് ടു x ബൈ വൈ അല്ലേ. ഇത് നിങ്ങൾ നോക്കുന്നത് എങ്ങനെ ചെയ്യുക? എക്സ് റേസ് ടു എം ഡിവൈഡ് ബൈ എക്സ് റേസ് ടു എൻ അല്ലേ. കാരണം എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 ആണ്. എക്സ് റേസ് ടു 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു y/x. നമ്മൾ എന്താ ചെയ്യുക? എക്സ് റേസ് ടു എം മൈനസ് എൻ അല്ലേ. മേലും താഴെ സെയിം ബേസ്, പവർ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ആ സെയിം ബേസ്, മേലും താഴെ സെയിം ബേസ് ആണ്. എക്സ് പവേഴ്സ് ആണ് ഡിഫറെന്റ്. അപ്പം എന്ത് ചെയ്യുക? സെയിം ബേസ് എഴുതുക, എക്സ് എഴുതിട്ടോ മേലത്തെ പവർ മൈനസ് താഴത്തെ പവർ 1 മൈനസ് y/x ഹോൾ റേസ് ടു എക്സ് ബൈ വൈ എന്ന് വരും. ഹോൾ റേസ് ടു എക്സ് ബൈ വൈ അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 മൈനസ് y/x എന്നാടാ. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് വൈ. പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇൻറ്റു എക്സ് ബൈ വൈ അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് റേസ് ടു, ഇവിടെ നോക്ക്, എക്സും കട്ടായി അല്ലേ. അപ്പോൾ എന്താ വരിക? എക്സ് മൈനസ് y/y എന്ന് വന്നു അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എന്താ? നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ? എക്സ് ബൈ വൈ മൈനസ് y/y, അഥവാ എക്സ് റേസ് ടു എക്സ് ബൈ വൈ മൈനസ് y/y എന്താ? 1 ആണ്. ആ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ? ഉണ്ട് അല്ലേ. ഇതാ ഓപ്ഷൻ, ഇതാ എക്സ് റേസ് ടു എക്സ് ബൈ വൈ മൈനസ് 1, എക്സ് റേസ് ടു എക്സ് ബൈ വൈ മൈനസ് 1 അല്ലേ. എക്സ് റേസ് ടു എക്സ് ബൈ വൈ മൈനസ് 1. ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ആൻസർ എഴുതി. വളരെ സിമ്പിളായിട്ട് നമ്മൾ ആൻസർ എഴുതി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ. ചെക്ക് ദ വാല്യൂ ഓഫ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 5 റേസ് ടു 0.25 into 125 റേസ് ടു 0.25 ഡിവൈഡ് ബൈ 256 റേസ് ടു 0.10 into 256 റേസ് ടു 0.15. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. പവറായിട്ട് ഡെസിമൽസ് വരുന്നത്. പക്ഷെ ആക്ച്വലി സിമ്പിളാണ്. ഞാൻ പറഞ്ഞുതരാം. 5 റേസ് ടു 0.25, ഈ 0.25 എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ. 0.25 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 1/4 ആണ്. അപ്പോൾ 5 റേസ് ടു 1/4 എന്ന് എഴുതാം അതിനാ അല്ലേ. ഇൻറ്റു 125 റേസ് ടു എന്താ? 1/4 ആണ് അല്ലേ. ഹോൾ ഡിവൈഡ് ബൈ 256. ഇതെന്താ സാധനം? 256 റേസ് ടു 0.10 into 256 to 0.15 എന്താ? എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന ഫോർമാറ്റ് അല്ലേ. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ടിൻ്റെ ബേസ് സെയിം ആണ്, പക്ഷേ പവേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആ സെയിം ബേസ് എഴുതും. എക്സ് റേസ് ടു എം പ്ലസ് എന്നാണ് എഴുതുക. അപ്പോൾ എന്താ? സെയിം ബേസ് എഴുതും 256. എന്നിട്ടോ പവർ ആയിട്ട് ഈ രണ്ട് പവേഴ്സും കൂടെ ആഡ് ചെയ്യണം. എന്താ? 0.10 പ്ലസ് 0.15 എന്താ? 0.25 ആണ്. അത് 1/4 ആണ്. 256 റേസ് ടു 1/4 എന്ന് വന്നു. ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 റേസ് ടു 1/4 ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അതിനൊന്നും ചെയ്യാനില്ല. കാരണം 5 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പറാണ്. അതിനൊന്നും ചെയ്യാനില്ല. അത് അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു അടുത്തയാളെ നോക്കുക, 125 റേസ് ടു 1/4. സി, മിക്കവാറും ഇങ്ങനെ കാണുന്ന നമ്പേഴ്സിൽ 125 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ക്യൂബായിട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്ന ആലോചിക്കാം. പൊതുവേ ഉണ്ടാവും എങ്ങനെ വെച്ചാൽ ഏതെങ്കിലും നമ്പർ റേസ് ടു 4 ആയിട്ടായിരിക്കും ഈ 125 എഴുതാൻ പറ്റുക. അങ്ങനെ ഇപ്പോൾ നോക്കുക വെച്ചാൽ ഒന്നിന് പവർ 4 ആയിട്ട് 125 വരുന്നില്ല. പക്ഷേ 5 ക്യൂബ് എത്രയാ? 5 25 125 5 ക്യൂബാണ് 125. അപ്പോൾ 125 വരെ ഞാൻ 5 ക്യൂബ് എന്ന് എഴുതി. 5 ക്യൂബ് ഹോൾ റേസ് ടു പവർ ആയിട്ട് എന്തുണ്ട്? 1/4 ഇല്ലേ. 1/4 ഉണ്ട്. ഡിവൈഡ് ബൈ 256 റേസ് ടു 1/4. ഓക്കെ അല്ലേ. ഈ 256 റേസ് ടു 1/4 നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ?
വേണ്ട, തൽക്കാലം നമുക്കൊന്നും ചെയ്യണം. തൽക്കാലം നമുക്ക് അവിടെ നോക്കാം നമുക്ക്. ഇത് നോക്ക്, 5^1/4 into 5^1/4 a⁻b into a⁻b into അല്ലെങ്കിൽ x⁻a into y⁻a എന്ന് പറഞ്ഞാൽ എന്താ, xy⁻a ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 5 into 5³ അഥവാ 5^4i. സി നമുക്കറിയാം x⁻a into y⁻a, രണ്ട് ബേസ് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ്, പക്ഷെ പവർ സെയിം ആണ്. മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക xy, എന്നിട്ട് സെയിം എല്ലാത്തിനും കൂടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ പവർ എഴുതി കൊടുത്താൽ സെയിം പവർ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ ബേസ് ഡിഫറെന്റ് അല്ലേ, 5 5³ അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുക, 5 into 5³ 5^4, എന്നിട്ടോ മൊത്തത്തിൽ ആ സെയിം ആയിട്ടുള്ള പവർ അല്ലേ 1/4, അത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ, ഡിവൈഡഡ് ബൈ 256^1/4. ഇനി 5ന്റെ പവറായിട്ട് 4, അതിന്റെ പവറായിട്ട് 1/4. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, രണ്ട് പവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അല്ലേ എന്ത് വരും, 5 into 5 ഈ 4 ഈ 1/4 മൾട്ടിപ്ലൈ ചെയ്യുക, 4 കട്ടായി പോയാൽ 1, 5/1 ഡിവൈഡ് ബൈ 256^1/4. ഈ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 256 എന്ന് പറഞ്ഞാൽ ⁻1/4 അല്ലേ. അപ്പോൾ 256 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഇവിടെ ഡിനോമിനേറ്റർ എന്താ 4 അല്ലേ, 1/4 എന്ന് പറയുമ്പോൾ 4 ആണ് ഡിനോമിനേറ്റർ. 256 എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിന്റെ പവർ 4 ആണ്. ഏത് നമ്പറിന്റെ പവർ 4 ആണ് 256 കിട്ടുന്നത് ആലോചിക്കാം. 4 ആണോ, 4 4 16, 4 64 4 അല്ലേ, 4 4 16, 4 64 64 4 അല്ലേ, 4 4 16 ബാക്കിന്ന് 4 ആണ്, 4/4 ആണ്. അപ്പോൾ 4/4 എന്ന് എഴുതി, 256ന് പകരം 4/4 എഴുതി. അതിന്റെ പവർ ആയിട്ട് എന്ത്, ⁻1/4 അല്ലേ, 1/4. സോ 5/1 എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡ് ബൈ 4/4 ⁻1/4 എന്ന് പറയുമ്പോൾ ആ രണ്ട് പവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മേലത്തെ 4ഉം താഴത്തെ 4ഉം കട്ടായി പോയിട്ട് 4/1 എന്ന് വരും, അഥവാ 5/4 എന്ന് കിട്ടി ഫൈനൽ ആൻസർ. ക്ലിയർ അല്ലേ. അപ്പോൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ള നല്ല രണ്ട് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ. സോ ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാറിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള കൺസെപ്റ്റ്സിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കണം നാളത്തേക്ക് വരുന്ന എൻട്രൻസ് എക്സാമിനേഷൻസിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാത്സിൽ തന്നെ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. സോ ഫാൽക്കൺ ബാച്ച് നിങ്ങൾക്ക് ഓൾറെഡി ബാച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ലാതെ ആരെങ്കിലും ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ പ്രിപ്പറേഷനുള്ള മാത്സ് അത് മാത്രം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു റാങ്കിലേക്ക്, ഒരു ഹൈ റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹൈ റാങ്കിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് മാത്സിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് സ്കൂളത്തെ എന്താ പറയുക, സ്കൂളിൽ പഠിക്കാനുള്ള പ്രോബ്ലംസ് അല്ലാതെ അതിലും കുറച്ചുകൂടെ നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സൺഡേസ് മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. റയറായിട്ട് മൺഡേയോ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവും. സൺഡേ ക്ലാസ് ഇല്ലെങ്കിൽ ആ ക്ലാസ് മൺഡേയോ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചാപ്റ്ററിലെ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. സോ എന്താണ്, നിങ്ങൾക്ക് മാത്സിലൊക്കെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ എത്രയും പെട്ടെന്ന് ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ആൻഡ് അതിഗംഭീരമായിട്ട് സൈലത്തോടൊപ്പം പഠിച്ചു വിടുക.